നമസ്കാരം. കപടതയ്ക്ക് ഒരു പര്യായമുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസം എന്നായിരിക്കും. ഒരു നാടിനെയും ഒരു സമൂഹത്തെയും എങ്ങനെ നശിപ്പിക്കാമെന്നുള്ളതാണ് കമ്മ്യൂണിസത്തിന്റെ പൊതുതത്വം. ബഹിരാകാശത്തെക്കുറിച്ച് പഠിക്കാൻ ശതകോടികളാണ് രാജ്യം ചിലവാക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം പഠിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരുടെ തലച്ചോറിനെയും തൊലിക്കട്ടിയെക്കുറിച്ചുമാണ്. കാരണം ബഹിരാകാശം അവിടെ തന്നെ കാണും. കമ്മ്യൂണിസം നിലനിൽക്കുന്ന സമൂഹവും രാജ്യവും ഒരു കാലത്തും ഗതി പിടിക്കില്ല. അങ്ങനെയുള്ള ഒരു ജനതയ്ക്ക് ഒരിക്കലും ബഹിരാകാശത്ത് പോയി അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാനും കഴിയില്ല. പട്ടിണി മാറിയിട്ട് വേണ്ടേ ബഹിരാകാശത്ത് പോകാൻ? സഖാവ് എം ലോറൻസ്, അദ്ദേഹത്തിൻ്റെ മരണശേഷമുണ്ടായ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ മനുഷ്യൻ്റെ അന്ത്യാഭിലാഷം പോലും നടത്താൻ പാർട്ടി സമ്മതിച്ചില്ല. പാർട്ടിക്ക് വേണ്ടി ജീവിതം തന്നെ ത്യജിച്ച ഒരു നേതാവാണ് സഖാവ് എം ലോറൻസ് എന്നോർക്കണം. വളരെ യാദൃച്ഛികമായി സഖാവ് എം ലോറൻസിൻ്റെ മകൾ ആശ ലോറൻസ് എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. വളരെ അർത്ഥവത്തായ ആ എഴുത്ത് കേരളത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരും കേൾക്കണം, പ്രത്യേകിച്ച് അന്തം കമ്മികൾ. രണ്ട് ചെറിയ തലക്കെട്ടുകളോടുകൂടിയാണ് ആശ ലോറൻസ് തൻ്റെ എഴുത്തു തുടങ്ങുന്നത്. കമ്മ്യൂണിസം തുലയട്ടെ, CPM മുർദാബാദ്, കേരളത്തിൽ മാത്രം ബ്രാഞ്ചുകളുള്ള ദേശീയ പാർട്ടി, സഖാവ് എം ലോറൻസിൻ്റെ അന്ത്യാഭിലാഷം നടത്താൻ സമ്മതിക്കാത്ത CPM മുർദാബാദ്. സഖാവ് എം ലോറൻസ് അവസാന കാലത്ത് ഈശ്വര വിശ്വാസിയായത് പൊതുജനങ്ങൾ അറിഞ്ഞാൽ കമ്മ്യൂണിസത്തിൻ്റെ കപടത തിരിച്ചറിയും. അതിനാണ് അദ്ദേഹം സ്വജീവൻ കൊടുത്തു വളർത്തിയ പാർട്ടി മുൻകൈയെടുത്ത സ്വന്തം മകനെ ഭീഷണിപ്പെടുത്തിയും സ്ഥാനമാനങ്ങളുടെ സമ്മർദ്ദത്തിലാക്കിയും എം ലോറൻസിനെ അനാട്ടമി ടേബിളിൽ എത്തിച്ചത്. സംഘി സുഹൃത്തുക്കൾ വഴക്കിടേണ്ട എന്നോട്. കോൺഗ്രസ് മുക്ത ഭാരതമല്ല വേണ്ടത്, മറിച്ച് കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതമാണ് വേണ്ടത്. താമര കൃഷി ചെയ്യണമെങ്കിൽ കൈകൾ വേണം, കൈപ്പത്തികൾ വേണം. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, അവർ ഉത്തര ഭാരതത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതുപോലും അറിയാത്ത മനുഷ്യരെ കണ്ടുമുട്ടിയെന്നാണ്. ഡിജിറ്റൽ യുഗത്തിലെ കാര്യമാണ്. അരിയും പരിപ്പും മാത്രമേ ഇത്ര വർഷമായി കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ചിത്രം സഹിതം ഇന്ത്യ ടുഡേയിൽ ലേഖനം വന്നിരുന്നു. ഭരണം മാറി മാറി വന്നാലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിതം മാറ്റമില്ലാതെ പോകുന്നു. തെരുവിലെ ജീവിതങ്ങൾ തെരുവിൽ തന്നെ. ചില സുമനസ്സുകൾ അവരെ കൈപിടിച്ചു കൊണ്ടുപോകുന്നതുവരെ അവരുടെ തലമുറകൾ തെരുവിൽ തന്നെ. കമ്മ്യൂണിസ്റ്റുകാർ രാജകൊട്ടാരങ്ങളിലും മനകളിലും ഇല്ലങ്ങളിലും കയറി അവിടുത്തെ ചെറുപ്പക്കാരെ കമ്മ്യൂണിസം പഠിപ്പിച്ച് അവരെ തകർത്ത് അവരെ വിഘടിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് എന്തോ വലിയ കാര്യമായി അവരിൽ ചെറുപ്പക്കാർ കരുതി. കോവിലകങ്ങളും കൊട്ടാരങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചർച്ചകൾ നടത്താനുള്ള വേദി ഒരുക്കേണ്ടി വന്നു. സവർണരെ കാണിച്ച് അവർണരെ ആകർഷിച്ചു. അവിടെയും നാടകം നടത്തി അവരുടെയും ഐക്യമില്ലാതാക്കി. പിന്നെ കയറിക്കൂടിയത് തറവാടികളും പ്രമാണികളും ജന്മികളുമായ ക്രിസ്ത്യൻ മുസ്ലിം ചെറുപ്പക്കാരുടെ ജീവിതത്തിലാണ്. അവരെയും അടർത്തിയെടുത്തു, അവരുടെ കുടുംബങ്ങളെ തകർത്തു. ഇവരിൽ ഉയർന്നവരെ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിമാരാക്കി, സംസ്ഥാന സെക്രട്ടറിമാരാക്കി. ബ്രാഹ്മണരും നമ്പൂതിരിയും മേനോനും നായരും കമ്മ്യൂണിസ്റ്റുകാരായി. നമ്മൾക്കുമാവാം എന്നായി മറ്റുള്ളവരുടെ ചിന്ത. പിറകെ പോയവർ അടിയാളന്മാരായി ഇന്നും പാർട്ടിയിൽ തെക്ക് വടക്ക് ഉടറി നടക്കുന്നു. കമ്മ്യൂണിസത്തിൻ്റെ പിറകെ പോയ തമ്പുരാക്കന്മാർക്കും നമ്പൂതിരിമാർക്കും ക്രിസ്ത്യൻ മുസ്ലിം പ്രമാണിമാർക്കും കമ്മ്യൂണിസം തന്നെ ഇരുട്ടടി കൊടുത്തു ഭൂപരിഷ്കരണ നിയമത്തിലൂടെ. എം മണി പറഞ്ഞത് അവരായിരുന്നു പറയേണ്ടിയിരുന്നത്. സമ്പന്നരുടെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവരോട് നന്ദികേട് കാണിച്ചവർ കമ്മ്യൂണിസ്റ്റുകാരാണ്. എൻ്റെ അമ്മയുടെ കുടുംബമെല്ലാം അനുഭവിച്ച കാര്യമാണ്. ഒരു AK ബാലനോ K രാധാകൃഷ്ണനോ MP MLA മന്ത്രി കഴിഞ്ഞു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവി പോലും കീഴ്ജാതിക്ക് കൊടുക്കാത്ത കമ്മ്യൂണിസം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പാർട്ടി പദവിക്കാണ് വിലയുണ്ടായിരുന്നത്, അല്ലാതെ CM MLA MP മന്ത്രിയല്ല. ഇപ്പോൾ പിന്നെ കാലം മാറി. പിണറായി വിജയൻ വിജയനായി, അജയനായി. പാർട്ടിയും സർക്കാരും ഒന്നാക്കിയെടുത്തു. ഉൾപാർട്ടി ജനാധിപത്യം ഒന്നുമില്ല, തിരുവായ്ക്ക് എതിർവായില്ല. അതാണല്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനത്തിൽ വന്നിരുന്ന ചുമ്മാ ചിരിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർട്ടി പറയുന്നത് സർക്കാർ നടപ്പാക്കും എന്നതൊക്കെ 1980കളിലെ കാര്യം. ഇത് 2025 കാലം മാറി, കഥ മാറി. 2-3 വിദേശീയർ തണുപ്പ് കാലത്ത് ഹോട്ട് ഡ്രിങ്ക്സോ വൈനോ ഹോട്ട് സൂപ്പോ ഒക്കെ കുടിച്ച് കോഴിയും മട്ടൻ വറുത്തതും ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും ബ്രെഡും ബട്ടറും ഒക്കെ തിന്നുകൊണ്ടിരുന്നപ്പോൾ തോന്നിയ ഒരു ഐഡിയ കൊണ്ട് ജനങ്ങളെ വഞ്ചിച്ച് ഇത്രയും നാൾ മുന്നോട്ട് പോയി. അവരുടെ സ്വന്തം നാട്ടിൽ നടപ്പാക്കി വിജയിപ്പിക്കാൻ കഴിയാത്ത ഫേക്ക് ഐഡിയോളജി ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ ചെറുപ്പക്കാരെ വലയിലാക്കി. ഭാരതത്തിലുമെത്തി കമ്മ്യൂണിസം, കേരളത്തിലുമെത്തി കമ്മ്യൂണിസം. എന്നിട്ടെന്തായി? പിന്മുറ മലയാളികൾക്ക് കേൾക്കേണ്ടി വന്നില്ലേ എം മണി പറഞ്ഞ അപമാനിക്കൽ? എന്തേ കിറ്റ് വാങ്ങാൻ ക്യൂ നിന്നു? വരുമാനമുള്ളവർ പോലും ഓടുകയായിരുന്നു റേഷൻ കാർഡുമായി. സിനിമാ നടൻ മണിയൻ പിള്ള രാജു സമ്പന്നനാണ്. കിറ്റിൻ്റെ കാലത്ത് വലിയ സന്തോഷത്തോടെ പറയുന്നുണ്ടായിരുന്നു കിറ്റിനെ കുറിച്ച്. അതേസമയം തന്നെ പൂന്തുറയിൽ നിന്ന് തിരുവനന്തപുരം സിറ്റിയിൽ വന്ന് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാൾ പറഞ്ഞത് കിറ്റ് കൊണ്ട് എന്താവാനാണ്? ഭാര്യയും 2 മക്കളും അമ്മയും. ഭാര്യ ജോലി നഷ്ടപ്പെട്ട് വീട്ടിലാണ്. മക്കൾ 10ാം ക്ലാസ്സിലും +2-നും പഠിക്കുന്നു. മകനും മകളും. കിറ്റിൽ ഇവർക്ക് വേണ്ട എല്ലാം ഉണ്ടായിരുന്നു. പറയുമ്പോൾ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു. കണ്ണു നിറഞ്ഞത് ഞാനും മകനും കാണാഞ്ഞിട്ടാവാം. ഇങ്ങനെ എത്രയോ പേർ.
അവരെയെല്ലാം അടച്ചാക്ഷേപിക്കുകയില്ലേ ഒരു കമ്മ്യൂണിസ്റ്റ് തമ്പ്രാൻ ചെയ്തത്? പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ ചില തമ്പ്രാക്കളെ കണ്ടിട്ടുണ്ട്. തെങ്ങിൽ കെട്ടിയിട്ട് പൊതിരെ തല്ലുന്ന തമ്പ്രാൻ, മണ്ണിൽ കുഴികുത്തി ഇലവെച്ച് കഞ്ഞി വിളമ്പുന്നവർ, പാവങ്ങൾ കഞ്ഞി കുടിച്ചു കഴിയുമ്പോൾ അപമാനിക്കുന്നവർ, തമ്പ്രാനും തമ്പ്രാട്ടിയും നാട് കാണാനിറങ്ങുമ്പോൾ തോർത്തെടുത്തുകൊടുത്ത് അരയിൽ കെട്ടി നട്ടെല്ല് വില്ല് പോലെ വളച്ച് വാപൊത്തി നിൽക്കുന്നവർ. ആ തമ്പ്രാക്കളും ഇന്നത്തെ നാട് വാഴുന്ന തമ്പ്രാക്കളും തമ്മിൽ എന്ത് വ്യത്യാസം ഈ ഫേക്ക് ഐഡിയോളജി തന്നു? ഇന്നത്തെ തമ്പ്രാക്കൾ കാറിൽ യാത്ര ചെയ്യുമ്പോഴും തെരുവിൽ കാണുന്ന കാഴ്ചകൾ ഇതുതന്നെയല്ലേ? ഒരു ഉറുമ്പിന് വഴി നടക്കാൻ പറ്റുമോ? എന്തിന് ഒരു കാക്കയ്ക്ക് റോഡ് കടക്കാൻ ആകാശത്തുകൂടി പറക്കാൻ അടിമകളായ ഏമാന്മാർ സമ്മതിക്കുമോ? വെടിവെച്ചിടില്ലേ? ഇല്ലെങ്കിൽ കല്ലേറ് ഉറപ്പല്ലേ? ഉറുമ്പിനെ ചവിട്ടിയരക്കില്ലേ? ജനങ്ങളുടെ അവകാശമാണ് പെൻഷനുകളും മറ്റാനുകൂല്യങ്ങളും വിദ്യാഭ്യാസവും ചികിത്സയും. ഭരിക്കുന്നവരുടെയും ഉദ്യോഗസ്ഥരുടെയും കുടുംബത്തിലെ വിഹിതമല്ല തരുന്നത്. എന്നിട്ടും അപമാനിച്ചത് കേട്ട് നിൽക്കേണ്ടി വന്നില്ലേ? എന്നിട്ടും എന്തേ ഇവരുടെ പിറകെ അഭിമാനമില്ലാതെ നടക്കുന്നു? സാംസ്കാരിക നായകന്മാർ നടക്കട്ടെ. അവർക്ക് ലഭിക്കാൻ അവാർഡ് ഫലകവും സ്വീകരണവും ഒക്കെ ഉണ്ടല്ലോ. അവരും അടിമകളെപ്പോലെ നടക്കട്ടെ. 24 മണിക്കൂറിൽ 18ഉം 20ഉം മണിക്കൂർ ജോലി ചെയ്യുന്നവർ എന്തിന് തമ്പ്രാക്കളെ തൊഴുതു നിൽക്കുന്നു? BJPക്കാരും RSSകാരും കോൺഗ്രസ് മുക്ത ഭാരതം, കോൺഗ്രസ് മുക്ത കേരളം എന്നത് മാറ്റിവെച്ച് കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതം, കമ്മ്യൂണിസ്റ്റ് മുക്ത കേരളം എന്ന് ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഇങ്ങനെയാണ് ആശാ ലോറൻസ് തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇത് എഴുതിയത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകളാണ് എന്നറിയുമ്പോഴാണ് കമ്മ്യൂണിസം എന്ന പ്രസ്ഥാനം എത്രമാത്രം ഭീകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തലയ്ക്ക് വെളിവുള്ളവർ പണ്ടേ മാറ്റി ചിന്തിച്ചു തുടങ്ങി. വെളിവില്ലാത്തവരാകട്ടെ കഴുതകളെപ്പോലെ ഇപ്പോഴും പഴകിപ്പിഞ്ചിയ ആ പ്രത്യയശാസ്ത്രത്തോടൊപ്പം നടക്കുന്നു. പിന്നെ യാതൊരു എളുപ്പമില്ലാതെ അലർന്നു, ഇങ്കുലാ ചിന്താവ, പിണറായി വിജയൻ ചിന്താവ.